നമസ്തേ. സജ്ജനങ്ങൾക്ക് നമസ്കാരം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായാം പതയേ നമഃ. ആപദാമപഹർത്താരം ദാതാരം സർവസമ്പദാം ലോകാഭിരാമം ശ്രീരാമം ഭൂയോ ഭൂയോ നമാമ്യഹം. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. ശ്രീരാമ രാമ ശ്രീരാമചന്ദ്രാജയ, ശ്രീരാമ രാമ ശ്രീരാമഭദ്രാജയ, ശ്രീരാമ രാമ സീതാഭിരാമ രാമ, ശ്രീരാമ രാമ ലോകാഭിരാമ ജയ, ശ്രീരാമ രാമ രാവണാന്തക രാമ, ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ, ശ്രീരാഘവാത്മാ രാമ, ശ്രീരാമ രമാപദേ, ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമ, നാരായണായ നമോ നാരായണായ നമ. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണെ, ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ, ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ, ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൻ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ. കൃഷ്ണത്തിലെ ക്രിയാമാർഗോപദേശ ഭാഗമാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. കേൾക്ക നീയെങ്കിൽ മൽ പൂജാവിധാനത്തിലോർക്കവസാനമില്ലെന്നറിക നീ, എങ്കിലും ചൊല്ലുവനൊട്ടു സംക്ഷേപിച്ചു നിങ്കലുള്ളൊരു വാത്സല്യം മുഴുക്കയാൽ, തന്നെ ഗൃഹോക്തമാർഗേണ മന്നിടത്തിങ്കൽ ദ്വിജത്വമുണ്ടായി വന്നാൽ, ആചാര്യനോട് മന്ത്രം കേട്ടു സാദരം ആചാരപൂർവമാരാധിക്കാമെടോ. ഹൃൽ കമലത്തിങ്കലാകിലുമാം പുനർ അഗ്നിഭാവങ്കലാകിലുമാമെടോ. മുഖ്യപ്രതിമാദികളിലെന്നാകിലും അർക്കങ്കലാകിലുമാം സ്തണ്ടിലത്തിങ്കലും നല്ല സാളഗ്രാമമുണ്ടെങ്കിലോ, പുനരുത്തമമെത്രയും വേദതന്ത്രോക്തങ്ങളായ മന്ത്രങ്ങൾ കൊണ്ട് ആദരാൽ മൃലേപനാദി വിധി വഴി കാലേ കുളിക്ക വേണം. ദേഹശുദ്ധയെ മൂലമറിഞ്ഞു സന്ധ്യാവന്ദനാദിയും നിത്യകർമ്മം ചെയ്തു പിന്നെ സ്വകർമ്മണ ശുദ്ധ്യർത്ഥമായി ചെയ്യുക സങ്കല്പമാദിയേ. ആചാര്യനായതു ഞാനെന്നു കൽപ്പിച്ചു പൂജിക്ക ഭക്തിയോടെ ദിവസം പ്രതി. സ്നാപനം ചെയ്യുക ശിലായാം പ്രതിമാസു, ശോഭനാർത്ഥം ചെയ്യുക വേണം പ്രമാർജനം. ഗന്ധപുഷ്പാദ്യങ്ങൾ കൊണ്ട് പൂജിപ്പവൻ ചിന്തിച്ചതൊക്കെ ലഭിക്കൂമറിക നീ. മുഖ്യ പ്രതിമാദികളിൽ അലങ്കാരമൊക്കെ പ്രസാദമെനിക്കെന്നറിക നീ. അഗ്നോയജിക്ക ഹവിസുകൊണ്ടാദരാലർക്കനെ സ്തണ്ടിലത്തിങ്കലെന്നാകിലോ മുമ്പിലേ സർവപൂജാദ്രവ്യമായവ സമ്പാദനം ചെയ്തു വേണം തുടങ്ങുവാൻ. ശ്രദ്ധയോടും കൂടെ വാരിയെന്നാകിലും ഭക്തനായുള്ളവൻ തന്നാലതിപ്രിയം. ഗന്ധപുഷ്പാക്ഷത ഭക്ഷ്യഭോജ്യാദികളെന്തു പിന്നെ പറയണമോ ഞാനിടോ. വസ്ത്രാജിനകുശാദ്യങ്ങളാലാസനം ഉത്തമമായതു കൽപ്പിച്ചു കൊള്ളണം. ദേവസ്യ സമ്മുഖേ ശാന്തനായി ചെന്നിരുന്നാവിർമുത ലിപിന്യാസം കഴിക്കണം. ചെയ്യുക തത്വന്യാസവും കേശവാദ്യേന ചെയ്യുക മമ മൂർത്തിപഞ്ചരന്യാസവും. പിന്നെ മന്ത്രന്യാസവും ചെയ്തു സാദരം തന്നുടെ മുമ്പിൽ വാമേ കലശം വെച്ചു ദക്ഷിണഭാഗേ കുസുമാദികളെല്ലാം അക്ഷതഭക്തൈവ സംഭരിച്ചിടണം. അർഘ്യപാദ്യ പ്രധാനാർത്ഥമായും മധുപർക്കാർത്ഥമാചപനാർത്ഥമെന്നിങ്ങനെ പാത്രചതുഷ്ടയം വെച്ചുകൊള്ളേണം. പേർത്തു മറ്റൊന്നും നിരൂപണം കൂടാതെ
മൽകലാം ജീവസംജ്ഞാം തടിതുജ്വലം ഹൃത്കമലേ ദൃഢേ ധ്യാനിച്ചു കൊള്ളണം. പിന്നെ സ്വദേഹമബലം ത്വയാ വ്യാപ്തമെന്നുറയ്ക്കേണം ഇളക്കവും കൂടാതെ. ആവാഹയേൽ പ്രതിമാദിഷു മൽക്കലാം ദേവസ്വരൂപമായി ധ്യാനിക്ക കേവലം. പാദ്യവുമർക്യം തഥാ മധുപർക്കമിത്യാദ്യൈ പുനഃ സ്നാനവസ്ത്രവിഭൂഷണൈ. എത്രയുണ്ടുള്ളതുപചാരമെന്നാൽ അതത്രയും കൊള്ളാമെനിക്കെന്നതേയുള്ളൂ. ആഗമോക്തപ്രകാരേണ നീരാഞ്ജനേർ ധൂപദീപ നിവേദ്യേർ ബഹുവിസ്തരൈ ശ്രദ്ധയാ നിത്യമായർച്ചിച്ചുകൊള്ളുകിൽ. ശ്രദ്ധയാ ഞാനും ഭുജിക്കൂമറിക നീ ഹോമമഗസ്ത്യോക്തമാർഗ കൊണ്ടാനലേ. മൂലമന്ത്രം കൊണ്ടു ചെയ്യാമതെന്നിയെ ഭക്തിയാ പുരുഷ സൂക്തം കൊണ്ടു മാമിടോ. ചിത്തതാരിങ്കൽ നിനൈക്ക കുമാരനീ ഔപാസനാഗ്നോ ചരുണാഹ വിഷാദ സോപാദിനാ ചെയ്ക ഹോമം മഹാമതേ. തപ്ത ജാംബുനദപ്രക്യം മഹാപ്രഭം ദീപ്താഭരണ വിഭൂഷിതം കേവലം മാമേവ വന്യമധ്യസ്ഥിതം ധ്യാനിക്ക. ഹോമകാലേ ഹൃദി ഭക്തിയാ ബുധോത്തമൻ പാരിഷദാനം ബലിദാനവും ചെയ്തു ഹോമശേഷത്തെ സമാപയേൻ മന്ത്രവിൽ. ഭക്തിയാ ജപിച്ചു മാം ധ്യാനിച്ചു മൗനിയായി വക്രവാസം നാഗവല്ലീതലാദിയും ദത്വാമദഗ്രേ മഹൽ പ്രീതിപൂർവകം നൃത്തഗീതി സ്തുതി പാടാദിയും ചെയ്തു. പാദാംബുജേ നമസ്കാരവും ചെയ്തുടൻ ചേതസി മാമുറപ്പിച്ചു വിനീതനായി. മദ്ദത്തമാകും പ്രസാദത്തെയും പുനരുത്തമാംഗം നിദായാനന്ദപൂർവകം. രക്ഷമാം ഘോര സംസാരാദിതി മുഹുരുക്വാ നമസ്കാരവും ചെയ്തനന്തരം ഉദ്വസിപ്പിച്ചുടൻ പ്രത്യങ്മഹസിംഗലിത്തം ദിനമനുപൂജിക്ക മത്സകേ. ഭക്തി സംയുക്തനായുള്ള മർത്യൻ മുതാ നിത്യമേവം ക്രിയായോഗമനുഷ്ഠിക്കിൽ. ദേഹനാശേ മമ സാരൂപ്യവും വരും ഐഹിക സൗഖ്യങ്ങൾ എന്തു ചൊല്ലേണമോ. ഇത്തമ്മയോക്തം ക്രിയായോഗമുത്തമം ഭക്തിയാ പഠിക്കതാൻ കേൾക്കതാൻ ചെയ്കിലോ. നിത്യപൂജാഫലമുണ്ടവനെന്നതു ഭക്തപ്രിയനരുൾ ചെയ്താനതു നേരം. ശേഷാംശജാതനാം ലക്ഷ്മണൻ തന്നോട് അശേഷമിതമരുൾ ചെയ്തോരനന്തരം. മായാമയനായ നാരായണൻ പരൻ മായാമവലംബ്യ ദുഃഖം തുടങ്ങിനാൻ. ഹാ ജനകാത്മജേ സീതേ മനോഹരേ ഹാ ജഗന്മോഹിനീ നാദേ മമ പ്രിയേ. ഏവമാതിപ്രലാപം ചെയ്തു നിദ്രയും ദേവദേവനു വരാതെ ചമഞ്ഞിതു സൗമിത്രി തന്നെ വാക്യാമൃതം കൊണ്ടു സൗമുഖ്യമോടു വരുവും ചില നേരം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയാ. പിന്നെ ശ്രീരാമനോട് ലക്ഷ്മണൻ ക്രിയാമാർഗത്തെക്കുറിച്ച് ചോദിക്കുകയാണ്. അങ്ങനെ ക്രിയാമാർഗോപദേശം നൽകുകയാണ്. എങ്ങനെയാണ് ഒരു പൂജാതി കർമ്മങ്ങൾ നടത്തേണ്ടത്, എന്തൊക്കെയാണ് ഒരു പൂജാ കാര്യങ്ങൾക്ക് ഒരുക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ് പൂജ കഴിക്കേണ്ടത്, എത്ര പാത്രങ്ങളിൽ നിവേദ്യം വെക്കണം. പാത്രചതുഷ്ടയെന്നാണ്. 4 പാത്രങ്ങളിൽ ഏറ്റവും ചുരുങ്ങിയത് വെക്കാം. എത്ര നിവേദ്യവും ദേവന് പൂജിക്കുന്ന സമയത്ത് ചെയ്യാം. പക്ഷെ ഏറ്റവും ചുരുങ്ങിയത് 4 പാത്രമെങ്കിലും വെച്ചും കൊണ്ട് നിവേദ്യം വെച്ചുകൊണ്ട് ദേവന് പൂജാതി കർമ്മങ്ങൾ ചെയ്യണം. അങ്ങനെ പൂജിക്കുന്ന സമയത്ത് അക്ഷത ഭക്തൈവ സംഭരിച്ചീണം അർഘ്യപാദ്യ പ്രധാനാർത്ഥമായും അങ്ങനെ അക്ഷതങ്ങളൊക്കെ ചേർത്തുകൊണ്ട് ആവാഹിയിൽ ഭഗവാനെ ആവാഹിക്കാം. പിന്നെയോ ദേവസ്വരൂപമായി ധ്യാനിക്ക കേവലം. ഇതൊക്കെ ചെയ്തത് ശേഷം ഇത് ആഗമം എന്ന് പറയുന്ന ശാസ്ത്രത്തിലൂടെ ഇങ്ങനെയൊക്കെ പൂജാതി കർമ്മങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ ശ്രദ്ധയോട് കൂടിയിട്ട് എന്ത് ചെയ്യണം? പൂജാതി കർമ്മങ്ങൾ ചെയ്യണം. പിന്നെയോ മൂലമന്ത്രം അറിയുമെങ്കിൽ ആ ഭഗവാന്റെ മൂലമന്ത്രം ചൊല്ലണം. ഇങ്ങനെ എല്ലാം ചൊല്ലിയതിന് ശേഷം ചിത്തതാരിങ്കൽ നിനയ്ക്കണം, മനസ്സിൽ ഇങ്ങനെ ഉറപ്പിക്കണം. ആ പൂജാതി കർമ്മങ്ങളുടെ അവസാനം മൽപ്രീതിപൂർവം നാഗവല്ലി ദലാദിയും വെത്തിലയും ദക്ഷിണയൊക്കെ വെച്ച് വെത്തിലയും അടക്കിയൊക്കെ വെച്ച് പൂജാതി കർമ്മങ്ങൾ മുഴുപ്പിക്കണം എന്നാണ് പറയുന്നത്. എന്നിട്ട് ദത്വാമദഗ്രേ മഹൽ പ്രീതിപൂർവകം നൃത്തഗീതി സ്തുതി പാടാദിയും. ഇങ്ങനെ പൂജാതി കർമ്മത്തിൻ്റെ കൂടെ നൃത്തവും ഗീതവും പാഠവും ഒക്കെ ചെയ്യാമെന്നാണ് പറഞ്ഞത്. ഒരു പൂജാ സന്ദർഭ കാലഘട്ടത്തിൽ ആ പൂജാ സന്ദർഭത്തിൽ ഇതൊക്കെ ചെയ്യാം. ക്ഷേത്രങ്ങളിലൊക്കെ നമ്മൾ കാണുന്നുണ്ട്.
അഷ്ടപതിയൊക്കെ കാണും, കൊട്ടിപ്പാടി സേവയൊക്കെ നമുക്ക് ക്ഷേത്രങ്ങളിൽ പോയാൽ കാണാൻ വേണ്ടി സാധിക്കും. ഇതൊക്കെ ഈ രാമായണത്തിലെ ചില തത്വങ്ങളിലൂടെയാണ് ഇതൊക്കെ ചെയ്യുന്നത്. അങ്ങനെ പറഞ്ഞതിന് ശേഷം ശ്രീരാമൻ്റെ വിരഹതാപമാണ്. സീതാദേവിയെ കാണാഞ്ഞതിന് ശേഷം കേവലം ഒരു മനുഷ്യൻ്റെ, പ്രാകൃതനായ മനുഷ്യന് എന്തൊക്കെ ദുഃഖമുണ്ടാകുമോ അതൊക്കെ ശ്രീരാമൻ മനുഷ്യജന്മത്തിൽ നമുക്കിങ്ങനെ കാണിച്ചു തരികയാണ്. അങ്ങനെ ശ്രീരാമൻ്റെ വിരഹതാപത്തിന് ശേഷം ലക്ഷ്മണൻ്റെ പുറപ്പാടാണ്. ലക്ഷ്മണൻ അങ്ങനെ സുഗ്രീവൻ്റെ സന്നിധിയിലേക്ക് പോകുന്നു. അങ്ങനെ സുഗ്രീവൻ്റെ സന്നിധിയിൽ സുഗ്രീവൻ വീണ്ടും പിന്നെ ശ്രീരാമൻ്റെ സന്നിധിയിലേക്ക് വരിക. അവിടെ നിന്ന് അങ്ങോട്ടേക്ക് സീതയെ അന്വേഷിക്കാൻ വേണ്ടി പോകുന്ന ഭാഗമാണ്. അങ്ങനെ സീതയെ അന്വേഷിക്കാൻ പോകുന്ന സമയത്ത് സ്വയംപ്രഭാഗതിയാണ് ഒരു ഭാഗത്ത്. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയാ, അന്ധകാരണ്യമാശു പുക്കീടിനാരന്തര, ദാഹവും വർദ്ധിച്ചിതേറ്റവും ശുഷ്കകണ്ഠോഷ്ടതാലു പ്രദേശത്തോടും മർക്കടവീരരുണങ്ങി വരണ്ടോരു ജിഹയോടും നടക്കുന്ന നേരത്തു ഗഹ്വരം തത്ര കാണായി വിധിവശാൽ വല്ലീ തൃണഗണച്ചന്നമായോന്നതി ലീലയല്ലീ ജലമെന്നോർത്തു നിൽക്കുമ്പോൾ ആർദ്രപക്ഷ ക്രൗഞ്ചഹംസാദി പക്ഷികൾ ഊർധ്വദേശേ പറന്നാരതിൽ നിന്നുടൻ പക്ഷങ്ങളിൽ നിന്നു വീണു ജലഗണം. മർക്കടന്മാരും അതു കണ്ടു കൽപ്പിച്ചാൻ നല്ല ജലമിതിലുണ്ടെന്നു നിർണയം. എല്ലാവരും നാം ഇതിലിറങ്ങിയിടുക എന്നു പറഞ്ഞോരു നേരത്തു മാരുതി മുന്നിലിറങ്ങിനാൻ മറ്റുള്ളവർകളും പിന്നാലെ തന്നിലിറങ്ങി നടക്കുമ്പോൾ കണ്ണു കാണാഞ്ഞിരുട്ടുകൊണ്ടന്നേരം അന്യോന്യമൊത്തു കയ്യും പിടിച്ചാകുലാൽ ഖിന്നതയോടും നടന്നുപോയി ചെന്നാരതീവദൂരം. തത്ര കണ്ടിതു മുന്നിലമ്മാരതി ധന്യദേശസ്ഥലം. സ്വർണമയം മനോമോഹനം കാൺമവർ കണ്ണിനുമേറ്റമാനന്ദകരം പരം. വാപികളുണ്ടു മണിമയവാരിയിൽ അപൂർണകളായ ദീപവിശദമായി. പക്വഫലങ്ങളാൽ നമ്രങ്ങളായുള്ള വൃക്ഷങ്ങളുണ്ടു കൽപദ്രുമതുല്യമായി. പീയൂഷ സാമ്യമധുദ്രോണ സംയുതപേയ ഭക്ഷ്യാന്ന സഹിതങ്ങളായുള്ളതും. വസ്ത്യങ്ങളുണ്ടു പലതരം തത്രൈവ വസ്ത്രരത്നാദി പരിഭൂഷിതങ്ങളായി. മാനസമോഹനമായ ദിവ്യസ്ഥലം. മാനുഷവർജിതം ദേവഗേഹോപമം തത്ര ഗേഹേ മണികാഞ്ചന വിഷ്ടരെ. ചിത്രാകൃതി പൂണ്ടു കണ്ടാരൊരുത്തിയേ യോഗം ധരിച്ചു ജടാവൽക്കലം പൂണ്ടു യോഗിനി നിശ്ചലധ്യാന നിരതയായി. പാവകജ്വാലാ സമാഭ കലർന്നതി പാവനയായ മഹാഭാഗയെ കണ്ടു തൽക്ഷണേ സന്തോഷപൂർണ മനസ്സോടും ഭക്തിയും ഭീതിയും പൂണ്ടു വണങ്ങിനാൻ. ശാഖാമൃഗങ്ങളെ കണ്ടു മോദം പൂണ്ടു യോഗിനി താനും അവരോട് ചൊല്ലിനാൻ. നിങ്ങളാരാകുന്നതെന്നു പറയണമിങ്ങു വന്നിടുവാൻ മൂലവും ചൊല്ലണം. എങ്ങനെ മാർഗമറിഞ്ഞവാർ എന്നതും എങ്ങനെ പോകുന്നതെന്നും പറയണം. എന്നിവ കേട്ടോരു വായുതനയനും നന്നായി വണങ്ങി വിനീതനായി ചൊല്ലിനാൻ. വൃത്താന്തമൊക്കവേ കേട്ടാലുമെങ്കിലോ സത്യമൊഴിഞ്ഞു പറയുമാറില്ല ഞാൻ. ഉത്തരകോസലത്തിങ്കലയോധ്യയൻ ഉത്തമമായുണ്ടൊരു പുരിഭൂതലേ തത്രൈവ വാണു ദശരഥനാം നൃപൻ. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയാ. പുത്രരുമുണ്ടായി ചമഞ്ഞിതു 4 പേർ. നാരായണ സമൻ ജ്യേഷ്ഠനവർകളിൽ ശ്രീരാമനാകുന്നതെന്നോമറിഞ്ഞാലും താതാജ്ഞയാ വനവാസാർത്ഥമായവൻ ഭ്രാതാവിനോടും ജനകാത്മജയായ സീതയാം പത്നിയോടും വിപിനസ്ഥലേ മോദേന വാഴുന്ന കാലമൊരു ദിനം. ദുഷ്ടനായുള്ള ദശാസ്യ നിശാചരൻ കട്ടുകൊണ്ടാശു പോയിടിനാൻ പത്നിയെ. രാമനും ലക്ഷ്മണനാകും അനുജനും ഭാമിനി തന്നെ തിരഞ്ഞു നടക്കുമ്പോൾ അർക്കാത്മജനായ സുഗ്രീവനെ കണ്ടു സഖ്യവും ചെയ്തിതു തമ്മിലന്യോന്യമായി. എന്നതിനഗ്രജനാകിയ ബാലിയെ കൊന്നു സുഗ്രീവനു രാജ്യവും നൽകിനാൻ. ശ്രീരാമനുമതിൻ പ്രത്യുപകാരമായി ആരാഞ്ഞു സീതയെ കണ്ടുവരികെന്നു വാനരനായകനായ സുഗ്രീവനും. വാനരന്മാരെ അയച്ചിതെല്ലാടവും
ദക്ഷിണദിക്കിലന്വേഷിപ്പതിനൊരു ലക്ഷം കവിവരന്മാരുണ്ടു ഞങ്ങളും. ദാഹം പോറാഞ്ഞു ജലകാംക്ഷയാ വന്നു മോഹേന ഗഹ്വരം ബുക്കതറിയാതെ ദൈവവശാലിവിടെ പോന്നു വന്നിക. ദേവിയെയും കാണായതു ഭാഗ്യമെത്രയും. ആരെന്നതും ഞങ്ങളേതുമറിഞ്ഞീല, നേരെയരുൾ ചെയ്യുക വേണമതും ശുഭേ. യോഗിനി താനും അതു കേട്ടവരോടു വേഗേന മന്ദസ്മിതം പൂണ്ടു ചൊല്ലിനാൻ. പക്വ ഫലമൂലജാലങ്ങളൊക്കവേ ഭക്ഷിച്ചമൃതപാനം ചെയ്തു തൃപ്തരായി ബുദ്ധി തെളിഞ്ഞു വരുവിനെന്നാൽ മമ വൃത്താന്തമാദിയെ ചൊല്ലിത്തരുവൻ ഞാൻ. എന്നതു കേട്ടവർ മൂലഫലങ്ങളും നന്നായി ഭുജിച്ചു മധുപാനവും ചെയ്തു ചിത്തം തെളിഞ്ഞു ദേവീ സമീപം പുക്കു ബദ്ധാഞ്ജലി പൂണ്ടു നിന്നോരനന്തരം. ചാരുസ്മിതപൂർവമഞ്ജസ യോഗിനി മാരുതിയോടു പറഞ്ഞു തുടങ്ങിനാൻ. വിശ്വവിമോഹനരൂപിണിയാകിയ വിശ്വകർമാത്മജ ഹേമാ മനോഹരി നൃത്തഭേദം കൊണ്ടു സന്തുഷ്ടനാക്കിനാൾ. മുഗ്ധേന്ദുശേഖരൻ തന്നെയായതുമൂലം ദിവ്യപുരമിതം നൽകിനാൻ ഈശ്വരൻ. ദിവ്യസംവത്സരാണാമയുധായുധം ഉത്സവം പൂണ്ടു വസിച്ചാളിക പുരാ. തൽസഹീജ്ഞാനിക നാമന സ്വയം പ്രഭാ സന്തതം മോക്ഷമപേക്ഷിച്ചിരിപ്പോരു ഗന്ധർവപുത്രീ സദാ വിഷ്ണു തൽപരാ. ബ്രഹ്മലോകം പ്രവേശിച്ചിതു ഹേമയും നിർമ്മലഗാത്രിയാമെന്നോടു ചൊല്ലിയിടിനാൾ. സന്തതം നീ തപസ്സും ചെയ്തിരിക്കടോ, ജന്തുക്കളത്ര വരികയുമില്ലയല്ലോ. ത്രേതായുഗേ വിഷ്ണുനാരായണൻ ഭുവി ജാതനായിടും ദശരഥപുത്രനായി. ഭൂഭാരദാശനാർത്ഥം വിപിനസ്ഥലേ ഭൂപതി സഞ്ചരിച്ചിടും ദശാന്തരേ. ശ്രീരാമപത്നിയെ കട്ടുകൊള്ളുമതി ക്രൂരനായിടും ദശാനനക്കാലം. ജാനകീ ദേവി അന്വേഷണത്തിനായി വാനരന്മാർ വരും നിൻ ഗുഹാമന്ദിരേ. സൽക്കരിച്ചിടവരെ പ്രീതി പൂണ്ടു നീ മർക്കടന്മാർക്കുപകാരവും ചെയ്തുപോയി. ശ്രീരാമദേവനെ കണ്ടു വണങ്ങുക നാരായണ സ്വാമി തന്നെ രഘുത്തമൻ ഭക്തിയാ. പരനെ സ്തുതിച്ചാൽ വരും തവ മുക്തിപദം യോഗിഗമ്യം സനാതനം. ആകയാൽ ഞാനിനി ശ്രീരാമദേവനെ വേഗേന കാൺമതിനായി കൊണ്ടുപോകുന്നു. നിങ്ങളെ നേരെ പെരുവഴി കൂട്ടുവിൻ, നിങ്ങളെല്ലാവരും കണ്ണടച്ചിടുവിൻ. ചിത്തം തെളിഞ്ഞവർ കണ്ണടച്ചിടിനാർ. സത്വരം പൂർവസ്ഥിതാട വിപുക്കിതു ചിത്രം വിചിത്രം. വിചിത്രമെന്നോർത്തവർ പദ്ധതിയോടെ നടന്നു തുടങ്ങിയിടിനാൻ. യോഗിനിയും ഗുഹാവാസമുപേക്ഷിച്ചു യോഗേശ സന്നിധി പൂക്കാളതിദ്രുതം. ലക്ഷ്മണ സുഗ്രീവ സേവിതനാകിയ ലക്ഷ്മീശനെ കണ്ടു പ്രദക്ഷിണം ഭക്തിയാ സഗദ്ഗദം രോമാഞ്ച സംയുതം. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ഭക്തിയാ സഗദ്ഗദം രോമാഞ്ച സംയുതം നത്വാ മുഹുർമുഹുസ്തുത്വാ ബഹുവിധം. ദാസീതവാഹം രഘുപതേ രാജേന്ദ്ര വാസുദേവ പ്രഭോ രാമാദയാനിധേ. കാൺമതിനായി കൊണ്ടുവന്നേനിവിടെ ഞാൻ സാമ്യമില്ലാത ജഗൽപതേ ശ്രീപതേ. ഞാൻ അനേകായിരം സംവത്സരം തവ ധ്യാനേന നിത്യം തപസ്സു ചെയ്തിടിനേൻ. തദ്രൂപ സന്ദർശനാർത്ഥം തപോബലമദ്യൈവ നൂനം ഫലിതം രഘുപതേ. ആദ്യനായോരു ഭവന്തം നമസ്യാമി വേദ്യനല്ലാരാലുമേ ഭവാൻ നിർണയം. അന്തർബഹിസ്ഥിതം സർവഭൂതേഷ്വപി സന്തമലക്ഷ്യമാദ്യന്തഹീനം പരം. മായായവനികാച്ചന്നനായി വാഴുന്ന മായാമയനായ മാനുഷവിഗ്രഹൻ. അജ്ഞാനികളാലറിഞ്ഞുകൂടാതൊരു വിജ്ഞാനമൂർത്തിയല്ലോ ഭവാൻ കേവലം. ഭാഗവതന്മാർക്കു ഭക്തിയോഗാർത്ഥമായി ലോകേശമുഖ്യാമരൗകമർത്തിക്കയാൽ ഭൂമിയിൽ വന്നവതീർണനാം നാഥനെ താമസിയായ ഞാനെന്തറിയുന്നതും. സച്ചിന്മയം തവതത്വം ജഗത്രയേ കശ്ചിൽ പുരുഷനറിയും സുഹൃതിനാ. രൂപം തവേദം സദാ ബാധു മാനസേ
താപസന്തസ്ഥിതം താപത്രയാപഹം നാരായണ തവ ശ്രീപാദദർശനം ശ്രീരാമ മോക്ഷൈകദർശനം കേവലം ജന്മമരണഭീതാനാമദർശനം സന്മാർഗദർശനം വേദാന്തദർശനം പുത്രകളത്രമിത്രാർത്ഥ വിഭൂതി കൊണ്ടെത്രയും ദർപ്പിതരായുള്ള മാനുഷർ രാമരാമേതി ജപിക്കയില്ലെന്നുമേ രാമനാമം മേ ജപിക്കായി വരേണമേ നിത്യം നിവൃത്ത ഗുണത്രയമാർഗായ നിത്യായ നിഷ്കഞ്ചനാർത്ഥായ തേ നമഃ സ്വാത്മാഭിരാമായ നിർഗുണായ ത്രിഗുണാത്മനേ സീതാഭിരാമായ തേ നമഃ വേദാത്മകം കാവരൂപിണമീശാനം ആദിമധ്യാന്ത വിവർജിതം സർവത്ര മന്യേ സമം പരം ചരന്തം പുരുഷം പരം നിന്നെ നിനക്കൊഴിഞ്ഞാർക്കറിഞ്ഞിടാവൂ മർത്യവിടംബനം ദേവ തേ ചേഷ്ടിതം ചിത്തേ നിരൂപിക്കലെന്തറിയാവതും ത്വന്മായയാ വിഹിതാത്മാക്കൾ കാണുന്നു ചിന്മയനായ ഭവാനേ ബഹുവിധം ജന്മവും കർത്തൃത്വവും ചെറുതില്ലാത നിർമ്മലാത്മാവാം ഭവാനവസ്ഥാന്തരേ ദേവതിര്യങ് മനുജാതികളിൽ ജനിച്ചേവമാദ്യങ്ങളാം കർമ്മങ്ങൾ ചെയ്വതും നിന്മഹാമായ വിഡംബനം നിർണയം കൽമഷഹീനം കരുണാനിധേ വിഭോ മോദിനി തന്നിൽ മേദിനി തന്നിൽ വിചിത്രവേഷത്തോടും ജാതനായി കർമ്മങ്ങൾ ചെയ്യുന്നതും ഭവാൻ ഭക്തരായുള്ള ജനങ്ങൾക്കു നിത്യവും തൊൽക്കഥാ പീയൂഷപാന സിദ്ധിക്കെന്നു ചൊല്ലുന്നിതോ ചിലർ മറ്റു ചിലരിഹ ചൊല്ലുന്നിതോ ഭുവി കോസല ഭൂപതി തന്നെ ഘോരതപോബല സിദ്ധയെ നിർണയമെന്നോ ചിലർ പറയുന്നു ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയ. സ്വയംപ്രഭ ഗതിയുടെ ഭാഗവും അങ്ങനെ സുഗ്രീവൻ ശ്രീരാമൻ്റെ സന്നിധിയിൽ എത്തുന്ന ഒരു ഭാഗവും സ്വയംപ്രഭ ഗതി ഭാഗമാണ് നമ്മൾ ഇന്ന് വായിച്ചത്. കരചരണകൃതം വാക്കായജം കർമ്മജം വാ ശ്രവണനയനജം വാ മാനസം വാ പരാതം വിഹിതമവിഹിതം വാ സർവമേതക്ഷമസ്വ ശിവ ശിവ കരുണാബ്ദേ ശ്രീ മഹാദേവ ശംഭോ.